ഇഡ്ലി, ദോശ എന്നിവയോടൊപ്പമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് തേങ്ങാ ചമ്മന്തിയാണല്ലേ കഴിക്കാറ്. എന്നാൽ ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിട്ട് നിലക്കടല കൊണ്ടുള്ള ഒരു ചമ്മന്തി പരീക്ഷിച്ച് നോക്കിയാലോ? നിലക്കടലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ചമ്മന്തി തന്നെയായിരിക്കും ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇന്നത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. നിലക്കടല കൊണ്ടുള്ള ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1/4 കപ്പ് നിലക്കടല, 1/2 കപ്പ് മല്ലിയില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, 1 ഗ്ലാസ് വെള്ളം, 2 പച്ചമുളക്. ഇനി എങ്ങനെയാണിത് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അവസാനമായി അല്പം വെള്ളം കൂടി ചേർത്ത് എല്ലാ ചേരുവകളും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇത് വേണ്ടത്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങാ നീര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇവിടെ നമ്മുടെ ചട്നി തയ്യാറായി കഴിഞ്ഞു. നാരങ്ങാനീരൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂട് ദോശയോടൊപ്പമോ ഇഡലിയോടൊപ്പമോ ഒക്കെ ഈ ചട്നി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.